നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഓട്സിൻ്റെ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഓട്സ് കൊണ്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോവാം. ഓട്സിൻ്റെ പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്സ് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരു 3 കയ്യിൽ ഓട്സാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചൂടായി നന്നായി കൈകൊണ്ട് ഒന്ന് തിരുമ്മി നോക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന ആ ഒരു ഇതുവരെ വറുത്തെടുക്കണം. അങ്ങനെ വറുത്തെടുത്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഓട്സ് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഓട്സിനെ നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് ചെറുതായി വെള്ളം കുറച്ച് വീതം നനച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം മുഴുവനായിട്ട് ഒരുമിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ചീശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ച് കുതിർത്ത് എടുക്കുകയാണ് വേണ്ടത്. സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പുട്ടിന് നനയ്ക്കുന്നതിലും കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് വെള്ളം ശരിക്കും എല്ലാം മിക്സായി വരുന്നത് വരെ കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം. നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്ത പുട്ടുപൊടിയാണ്, ഓട്സിൻ്റെ പുട്ടുപൊടിയാണ് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്നത്. ഇനി ഇതിനെ നമുക്കൊരു ആ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരൽപ്പം നാളികേരം ചേർത്ത് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം മാത്രം നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുത്തിട്ട് അതിനെയും കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നാളികേരം ചേർക്കുമ്പോൾ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ നമുക്ക് കുക്കറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് വേവിച്ച് നമുക്കിതെടുക്കാം. പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ഗോതമ്പ് പുട്ടിനെയൊക്കെ പോലെ തന്നെയാണ് ഉള്ളത്. ഞാനിവിടെ ഇരുമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയാണുള്ളത്. വേണമെങ്കിൽ ഒരു റോബസ്റ്റ പഴം കൂടി ചേർത്തും നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.